അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് നമ്മുടെ മക്കൾ എന്ന് പറഞ്ഞത്. ആ മക്കളെ കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ മക്കൾ അനുഗ്രഹമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മറ്റൊരു സ്ഥലത്ത് അംവാലുക്കും വഔലാദുക്കും ഫിത്ന, നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ മക്കളും നിങ്ങൾക്ക് ഫിത്നയാണ്, അതൊരു പരീക്ഷണമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പരീക്ഷണമാകുന്ന അവസ്ഥയിൽ നിന്നിട്ട് നമ്മുടെ മക്കളെ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് നമുക്ക് സന്തോഷിക്കാം. എപ്പോഴാണ് പരീക്ഷണമാകുന്നത്? നമ്മുടെ മക്കള് അനാവശ്യങ്ങളിലായി ബന്ധപ്പെടുമ്പോ ആ മക്കളെ വേണ്ടതുപോലെ നാം നിയന്ത്രിച്ചില്ല എങ്കിൽ, ഇന്നത്തെ സാഹചര്യം അങ്ങനെയാണ്. അനാവശ്യ കാര്യങ്ങളിലൊക്കെ നമ്മുടെ മക്കൾ സജീവമായി പങ്കെടുക്കുന്നവർ. അതിനെക്കുറിച്ച് ധാരാളമായി നമ്മുടെ മക്കൾക്ക് വിവരമുണ്ട്, അറിവുണ്ട്, എല്ലാം ഉണ്ട്. അതേസമയത്ത് ആവശ്യമായ അറിവുകൾ, ദീനിന്റെ വിവരങ്ങൾ, നമ്മൾ ഈമാനിന്റെ ഭാഗമായി അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് ഇൽമുകൾ, ആ ഇൽമുകളിൽ നിന്ന് നമ്മുടെ മക്കൾ മാറി നിൽക്കുകയാണ്, അകന്നു നിൽക്കുകയാണ്. പക്ഷെ അകന്നു നിൽക്കുമ്പോ ആ മക്കളെ വേണ്ടതുപോലെ ശകാരിക്കാനോ അവരെ ഉപദേശിക്കാനോ അവരെ കൈപിടിച്ച് നല്ല റൂട്ടിലേക്ക് കൊണ്ടുവരാൻ ഉമ്മമാർ തയ്യാറായില്ലെങ്കിൽ നമ്മുടെ മക്കൾ നമുക്ക് ഫിത്നയായി മാറും. അല്ലാഹു കാക്കുമാറാകട്ടെ. വലിയ പരീക്ഷണമാണ്. നമ്മുടെ ഏത് മക്കളോട് നാം ചോദിച്ചാൽ, ദുനിയാവിന്റെ എന്ത് കാര്യങ്ങൾ ചോദിച്ചാലും ഭയങ്കര സ്പീഡിൽ ഉത്തരം പറയും. കളിയുടെ കാര്യം നോക്കിയാൽ, ഫുട്ബോൾ എടുത്തു നോക്കിയാൽ, അതിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന താരങ്ങളുണ്ട്. ആ താരങ്ങളുടെ എന്ത് ഇഷ്ടം ചോദിച്ചാലും അവർ ഉടനടി പറയും. കമ്പ്യൂട്ടറിനേക്കാൾ ഭയങ്കര സ്പീഡായിരിക്കും അവിടെ ആൻസർ. 2024 റൊണാൾഡോ എത്ര ഗോൾ അടിച്ചു ചോദിച്ചാൽ അത് പക്ക പറയും. എത്ര, അത് ഏത് ടീമിന്റെ പേര് നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കും, ഏത് ടീമിനെതിരെ അടിച്ചത് പറയണമല്ലോ. എത്ര കാലം മുമ്പത്തെ, എത്ര കൊല്ലം മുമ്പത്തെ ഹിസ്റ്ററി ചോദിച്ചാലും പറയാൻ തയ്യാറുള്ളവരാണ് നമ്മുടെ മക്കൾ. എല്ലാം വയ്യാട്ടാണ്. അതിന്റെ അവരെ പേരും അവരുടെ ഹിസ്റ്ററിയും അവർ വെച്ചതും അവരെത്ര മറ്റേ ഗോൾഡൻ ഷൂ വാങ്ങിയിട്ടുണ്ട് എല്ലാം പറയും. അതേസമയത്തോ ദീപാലങ്ങളെ മക്കളെത്രയാണ് ചോദിച്ചാൽ അതിലാണോ അല്ലെ അറിയില്ല. റസൂലുള്ളാഹിന്റെ മക്കൾ എത്രയാണ്? ആ മക്കളിൽ എത്ര ആണുണ്ട്, എത്ര പെണ്ണുണ്ട്? ആ മക്കളെ ഉമ്മ ആരാണ്? റസൂലുള്ളാഹിന്റെ മക്കളെ ഉമ്മ ആരാണ്? ഇല്ല, അറിയില്ല. ചിലപ്പോ അത് പഠിപ്പിക്കുന്ന മദ്രസയുടെ ആ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന അക്കൊല്ലത്തിൽ എക്സാമിന് വേണ്ടി പഠിക്കുന്നവരായിരിക്കും നമ്മുടെ മക്കൾ. അതിന് മാത്രം. അത് കഴിഞ്ഞാൽ ഇല്ല, പിന്നെ പറഞ്ഞു. എന്നാലോ ഇങ്ങനെയുള്ള വിഷയങ്ങൾ അതൊക്കെയും വളരെ വ്യക്തമായി നമ്മുടെ മക്കൾ, അതാണ് പറഞ്ഞ അനാവശ്യങ്ങൾ പഠിക്കാനും അത് മനസ്സിലാക്കാനും അത് ബൈഹാർട്ട് ചെയ്യാനും നമ്മുടെ മക്കൾ തയ്യാറാകുമ്പോ പരിശുദ്ധമായ ദീനിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അത് പഠിക്കാനും മനസ്സിലാക്കാനും നമ്മുടെ മക്കൾ തയ്യാറല്ലാതിരിക്കുമ്പോ ഉപ്പമാർ അതിനെക്കുറിച്ച് അന്വേഷണം നടത്താതിരുന്നാൽ, ഉപ്പമാർ അതിലേക്ക് പ്രചോദനം നടക്കാതിരുന്നാൽ, സുബ്ഹാനല്ലാഹ്, ആ മക്കളെ കൊണ്ട് നമുക്ക് വലിയ ദോഷമുണ്ടാവും. ആ മക്കളെ കൊണ്ട് നമുക്ക് വലിയ വിപത്തുണ്ടാവും. പഠിക്കേണ്ട പലതുണ്ട്. റസൂലുള്ളാഹി തങ്ങളുടെ ഉപ്പാപ്പമാരായ റസൂലുള്ള പറഞ്ഞപ്പോ പണ്ട് പഠിച്ചത് റസൂലുള്ളാഹിക്ക് 20 ഉപ്പാപ്പമാർ. ഭയങ്കര അത്ഭുതം. എനിക്ക് എന്റെ ഉപ്പാപ്പന്റെ പേരറിയും, ഉപ്പാപ്പന്റെ പേരറിയും. സത്യം പറഞ്ഞു, എന്റെ ഉപ്പാന്റെ പേരറിയും, ഉപ്പാന്റെ പേരുണ്ട്. ആ ഉപ്പാന്റെ പേര് എനിക്കറിയും. അതായത് ഒരു തലമുറ മാത്രമേ അറിയുള്ളൂ. എന്നാൽ ഇത് ഇപ്പൊ ഈ കാലത്ത്, ഇത് ഏത് കാലമാണ്? 14 നൂറ്റാണ്ട് മുമ്പ് പ്രസവിക്കപ്പെട്ട അലീമായ തങ്ങളുടെ 20 ഉപ്പാപ്പമാരുടെ പേര് ഇന്നും ബൈഹാത്ത് ചെയ്യുന്ന
ആളുകളുണ്ട്. അതല്ലേ വലിയ അത്ഭുതം. നിങ്ങൾക്കറിയോ ഉപ്പാനറിയും, ചിലപ്പോ ഉപ്പാനറിയും, അതിനപ്പുറത്താണറിയും. അറിയില്ല, അറിയാത്ത ആരാണ്? സുബ്ഹാനല്ലാഹ്. എന്നാലോ റസൂലുള്ളാഹി തങ്ങളുടെ 20 ഉപ്പാപ്പമാർ, അബൂഹു അബ്ദുല്ലാഹി അബ്ദുൽ മുത്തലിബ് വഹാശിമുൻ അബ്ദു മനാഫി മുൻതസിബ് ഉസൈകിലാബുൻ മുറത്തുൻ കഅബുൻ ലുഐ വാലിബു ഫിഹറുൻ മാലികുൻ നദറുൻ ഉഖൈ. അങ്ങനെ പറഞ്ഞിട്ട് 20 ഉപ്പാപ്പമാരുടെ പേര്. സുബ്ഹാന ജല്ല ജലാലു. അതല്ലേ സയ്യിദുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ്. അതല്ലേ നമ്മുടെ മക്കൾ പഠിക്കേണ്ടത്. അത് പഠിച്ചാലല്ലേ ഈമാനികമായി നമ്മുടെ മക്കൾക്ക് പ്രത്യേകമായ ഒരു ആവേശം ഉണ്ടാവും. അതൊന്നുമില്ല. മെഹനത്തുള്ള എന്ത് വഴികൾ ഫുട്ബോൾ കളിക്കുന്നത് കണ്ടാലില്ല, ഞാൻ നെറ്റിപ്പോയി. എന്തല്ലേ ആ ചാട്ടം, ആ എന്തുണ്ട് നിസ്കാരത്തിൽ എന്നിട്ട് അതിന് ഭയങ്കര പണിയാണ്. എത്തുമില്ലാത്ത ഒരു പണിയാണ് നിസ്കാരം എന്ന് പറഞ്ഞത്. അതിലൊന്നും ഉണ്ടാവാൻ അല്ലെ, നിൽക്കാൻ വേണ്ടിയോ ഇരുന്നിട്ടേക്ക് നിസ്കരിച്ചാൽ മതി. എന്ത് പണിയാണ്. വലിയ ഒരു പർവ്വതം തലയിൽ വെക്കുമ്പോലെ. അപ്പൊ അതിന് കാര്യമില്ല. ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ചെറിയ നിസ്കാരാണെങ്കിലും ഭക്തിയുള്ള ആളുകൾക്കല്ലാതെ നിസ്കാരം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പർവ്വതമല്ല, അതിനേക്കാൾ അപ്പുറത്ത് വരെ ഭാരമുള്ളത് ചുവക്കും പോലെയാണെന്നാണ്. കഴിയില്ലാതെ ഈമാനുള്ള ആളുകൾക്കും ഉള്ളിൽ തഖ്വയുള്ള ആളുകൾക്കും അല്ലാഹുവിനെ ചെറിയ രൂപത്തിൽ പേടിക്കുന്ന ആളുകൾക്കല്ലാതെ നിസ്കാരം എന്ന് പറഞ്ഞാൽ അത് വലിയ ഭാരമുള്ളതാണ്. അതിനേക്കാളും വലിയ പ്രശ്നങ്ങളും പ്രയാസങ്ങളും കളികളും ചാട്ടവും ഓട്ടവും. ഇന്ന് പുതിയ വന്ന് റൊണാൾഡോ കാണിച്ചാൽ പിറ്റേന്ന് തന്നെ ആരും എങ്ങനെ വേണമെങ്കിലും തലയിൽ ചുറ്റാൻ, നെഞ്ചിൽ ചുറ്റാൻ, കാല് പിടിക്കാനും നമ്മുടെ മക്കൾ പഠിക്കുന്നുണ്ട്. അതിന്റെ ഉഷാറാണ്. അതൊക്കെ ചെയ്യുന്നത് കാണുന്ന ഉപ്പമാർ ഭയങ്കര കൈകളാക്കിക്കുന്നില്ല. മോശാറായി മോനെ കൊണ്ട് ഭയങ്കര സ്വർഗം കിട്ടും പോലെ. അതൊരു ആവശ്യമില്ലാത്ത വിഷയമാണ് എന്ന് ഉപ്പമാർ ചിന്തിക്കുകയില്ല. ആവശ്യമുള്ള പഠനങ്ങൾ പഠിപ്പിക്കാൻ നാം തയ്യാറാകുന്നില്ല. നബിയായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉമ്മമാണ്. സുഹൃത്താന്റെ ഭാര്യമാർ എന്ന് പറഞ്ഞ ആരാ? ഖുർആൻ പറഞ്ഞു ഉമ്മഹാത്തുൽ മുഅ്മിനീൻ. അത് ലോകത്തിൽ ഖിയാമത്ത് നാൾ വരെ വരുന്ന മുഅ്മിനീങ്ങളുടെ ഉമ്മമാരാണ് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ. ആ റസൂലുള്ളാഹിന്റെ ഭാര്യമാരുടെ പേരറിയോ നമ്മുടെ മക്കൾക്ക്? അറിയോ? പേരറിയോ? ഇല്ല. എത്ര ഭാര്യമാരുണ്ട് അറിയില്ല. എന്തേ പഠിക്കാൻ തയ്യാറല്ല? അനാവശ്യങ്ങളില്ല, എല്ലാം പഠിക്കണം. അതെല്ലാം ചിന്തിച്ചിട്ടാണ് മഹാന്മാരൊക്കെ ഇങ്ങനെല്ലാം ഒരു പാട്ടാക്കിയിട്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. കാരണം അത് മറന്നു പോകണ്ട. അല്ലെ, ഐഷത്തുമ്മ ഹഫ്സത്തുമ്മ സൗദ സഫിയ്യത്തുൻ മൈമൂനത്തുമ്മ റംല ഹിന്ദുമ്മ സൈനബുൻ കദാ ജുവൈരിയ ലിൽമുഅ്മിനീന ഉമ്മഹാത്തും മർദിയ. 9 ഭാര്യമാരുടെ പേരുകൾ. മാഷാ അല്ലാഹ്. അതൊക്കെയും നമ്മുടെ മക്കൾ ഇങ്ങനെ പാടുന്നുണ്ടെങ്കിൽ, അത് കേൾക്കുന്നുണ്ടെങ്കിൽ എന്ത് സന്തോഷമാണ്, എന്ത് സന്തോഷമാണ്. അങ്ങനെ എത്രയോ കാര്യങ്ങൾ. അതിലൊക്കെയും ആവശ്യമുള്ളതൊക്കെയും ഇത് ചാക്കിലാക്കി വെച്ചിട്ട് ആവശ്യമില്ലാത്തതിനൊക്കെയും പഠിക്കാനും അതിൽ ഭയങ്കര ഉഷാറാവാൻ വേണ്ടി നമ്മുടെ മക്കൾ തയ്യാറാകുമ്പോൾ അതിനെ നിയന്ത്രിച്ചില്ല എങ്കിൽ നമ്മുടെ മക്കൾ നമുക്ക് വലിയ ഫിത്നയായി മാറും. അല്ലാഹു കാക്കുമാറാകട്ടെ. പടച്ചോനെ, നമ്മുടെ മക്കളെ മുഴുവൻ നീ തന്നത് വലിയ നിയമത്താണ്. അതിനെ നമ്മൾ മറക്കൂല. അല്ലാഹ്, എത്ര ആളുകൾ കല്യാണം കഴിഞ്ഞ് കൊല്ലങ്ങളായി മക്കളില്ലാത്തതിന്റെ പേരിൽ ബേജാറായ എത്രയോ ഭാര്യ ഭർത്താക്കൾ എന്റെ കുടുംബത്തിൽ തന്നെ ഒരു കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം 10-15 കൊല്ലായി മക്കളില്ലാത്തതിന്റെ പേരിൽ ഇപ്പോ ആരോരും പ്രസവിച്ച ഒരു കുട്ടിയെ പ്രസവിച്ച ആ കുട്ടിയെ തന്നെ എടുത്ത് അവരുടെ കുട്ടിയായി അവർക്ക് പേരിട്ട് വെച്ചിട്ട് സ്വന്തം കുട്ടിയെ പോലെ കൊണ്ടു നടക്കുകയാണ്. പടച്ചോനെ, അതൊന്നും ചെയ്യാൻ
അവസരം തരാത്ത രൂപത്തിൽ നമുക്ക് നീ മക്കളെ തന്നു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി അൽഫ 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 മറ. ആ മക്കളെ കൊണ്ട് പടച്ചോനെ ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് നീ നേട്ടമുണ്ടാക്കി തരണേ അല്ലാഹ്. ഇസ്സത്തുണ്ടാക്കണേ അല്ലാഹ്, അഭിമാനം ഉണ്ടാക്കണേ അല്ലാഹ്. പടച്ചോനെ മക്കളെ കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും തല താഴ്ത്തുന്ന ഒരവസ്ഥ, ഒരു ചുറ്റുപാട് നീ വരുത്തല്ലേ റഹ്മാനെ. നമ്മുടെ മക്കളെ ആലിമീങ്ങളും ആലിമത്തുകളും ആക്കണേ അല്ലാഹ്. ഹാഫിദീങ്ങളും ഹാഫിദത്തുകളും ആക്കണേ അല്ലാഹ്. ഖാദിമീങ്ങളും നിന്റെ ദീനിന്റെ ഖാദിമത്തുകളുമായി നമ്മുടെ മക്കളെ നീ വളർത്തണേ റഹ്മാനെ. പരിശുദ്ധമായ ഖുർആനിനെ സ്നേഹിക്കുന്ന, ഖുർആൻ ഓതുന്ന, ഖുർആൻ പറഞ്ഞതുപോലെ ജീവിക്കുന്ന മക്കളായി ഞങ്ങളെയും നമ്മുടെ മക്കളെയും ഞങ്ങളുമായി ബന്ധപ്പെടുന്നവരുടെ മക്കളെയും നീ ആക്കിത്തരണേ റഹ്മാനെ. പടച്ചവനെ നിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ബറക്കത്ത് കൊണ്ട് എത്രയോ ആളുകൾ പലവിധ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണല്ലോ. സർവ്വ രോഗങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. സർവ്വ രോഗങ്ങളും നീ ശിഫയാക്കണേ റഹ്മാനെ. അല്ലാഹുവിനും മറ്റും അധ്വാനിക്കുന്ന നമ്മുടെ കുടുംബക്കാർ, നമ്മുടെ നാട്ടുകാർ, വീട്ടുകാർ, അയൽവക്കക്കാർ, സ്നേഹിതന്മാർ, ഞങ്ങളെ സ്നേഹിക്കുന്നവർ, നമ്മുടെ പള്ളിയെ സ്നേഹിക്കുന്നവർ, മദ്രസയെ സ്നേഹിക്കുന്നവർ, സഹായിക്കുന്നവർ, സഹകരിക്കുന്നവർ, ആഫിയത്തുള്ള ദീർഘ ആയുസ് കൊണ്ടവരെയും ഞങ്ങളെയും നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അവർ ചെയ്യുന്ന ജോലി, അവരുടെ കച്ചവടങ്ങൾ, അവരുടെ വാഹനങ്ങൾ, അല്ലാഹ് ഞങ്ങൾ ചെയ്യുന്ന ജോലികൾ, നമ്മുടെ യാത്രകൾ എല്ലാത്തിലും നീ വലിയ ബറക്കത്ത് നൽകണേ അല്ലാഹ്. സലാമത്ത് നൽകണേ അല്ലാഹ്. മരിച്ചുപോയ എത്രയോ നമ്മുടെ കുടുംബക്കാർ, നമ്മുടെ നാട്ടുകാർ, സ്നേഹിതന്മാർ, അല്ലാഹ് പലരും മരിച്ചുപോയി അല്ലാഹ്. ഞാൻ നമ്മുടെ നാട്ടിൽ കൂട്ടുകാരനായ മൂസ എന്ന് പറയുന്ന ഒരു സഹോദരൻ, അതിന് മുമ്പത്തെ ദിവസം ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു സഹോദരൻ, ഞങ്ങളൊക്കെയും നല്ലോണം സ്നേഹിച്ചവർ, ഇതുപോലെ അവരുടെ നാട്ടിൽ ക്ലാസ് എടുക്കുമ്പോൾ അതിലൊക്കെയും സജീവമായി പങ്കെടുത്തിയിരുന്ന ആളുകളായിരുന്നു. അല്ലാഹ് അങ്ങനെ എത്രയോ ഈ പള്ളിയുടെ പരിസരക്കാരായ ആണുങ്ങളും പെണ്ണുങ്ങളും ഞാൻ മരിച്ചുപോയ പള്ളിയെന്ന ഉമ്മടക്കം അവർക്കെല്ലാം നീ സ്വർഗം നൽകണേ അല്ലാഹ്. സ്വർഗം നൽകണേ അല്ലാഹ്. മഗ്ഫിറത്ത് കൊണ്ട് മർഹമത്ത് കൊണ്ട് അവരെയും ഞങ്ങളെയും നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ബിഹഖി സയ്യിദിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. صلى الله على محمد.